ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് തണുപ്പ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റില്ല, ഒരു പുകമയം. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കൊടും തണുപ്പ് എന്ന് വേണ്ട പറയാൻ വേണ്ടി. നോക്കി നല്ല രീതിയിൽ മഞ്ഞിങ്ങനെ മൂടി കിടക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് കുറേ ഭാഗങ്ങളൊന്നും ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അത്രത്തോളം ഇങ്ങനെ എന്താ പറയുക, കൊടും മഞ്ഞാട്ടോ. അതേപോലെ തന്നെ മഞ്ഞ് പെയ്തുകൊണ്ടും ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ, അത് രാവിലെ തന്നെയാട്ടോ. അതായത് ഒരു 6 മണിയൊക്കെ ആവുന്ന ഒരു ടൈം തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മളിങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വെളുത്ത് വരുത്തുള്ളൂ. സൂര്യനൊന്നും വന്നിട്ടില്ല കേട്ടോ, അങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നോക്കി നമ്മുടെ ആ ഒരു പുറകിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളമയ അല്ലേ കുറേ ഏരിയകളിലൊക്കെ. ഇപ്പം എന്താ ഈ ഒരു ഏരിയയിലായിട്ട് ഫുള്ള് നമ്മുടെ പയറാട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പന്തലിട്ട് കൊടുത്തതിൽ ഫുള്ളായിട്ട് ആ പയറിങ്ങനെ ഉണ്ടായിട്ട്. അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. നോക്കിയ ഗൈസ്, അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആട്ടോ. നോക്കി മൊത്തത്തിൽ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കും കേട്ടോ നമ്മുടെ ഒരു വീടിൻ്റെ ഒരു ഭാഗം മൊത്തത്തിൽ. നോക്കി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല, അത്രത്തോളം മഞ്ഞാണ്. പിന്നെ ഇന്ന് നല്ല രീതിയിൽ തന്നെ കോടമഞ്ഞ് പോലെ തന്നെ നല്ലൊരു എന്താ പറയുക, മഴ വരാൻ പോകുന്ന പോലത്തെ ഒരു ക്ലൈമറ്റ് ആണല്ലോ ടോട്ടലി ഉള്ളത്. അപ്പോൾ എന്തായാലും നോക്കിയതാ മൊത്തത്തിൽ ഇങ്ങനെ ഇല്ലാത്തത് കോടമഞ്ഞ് ഇറങ്ങാത്തൊരു ഭാഗത്തും കൂടി നന്നായിട്ട് കവറായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ആവണിക്കുട്ടി ആണെങ്കിൽ തണുപ്പൊന്നും ആൾക്ക് യാതൊരു പ്രശ്നമില്ലാന്നുള്ള രീതിയിൽ ആൾ നേരത്തെ നമ്മുടെ കൂടെ നീച്ചിട്ടുണ്ടോ. എന്നിട്ടാണ് ഞാൻ എന്താ വീഡിയോ എടുക്കുന്ന ടൈമിൽ അമ്മ കോടമഞ്ഞ് കാണിച്ചു കൊടുക്കുക, കോടമഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ മഞ്ഞ് പോലെ തന്നെ നമുക്ക് മഞ്ഞിങ്ങനെ പെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ആട്ടോ നമുക്ക് മഴ പെയ്യുന്ന ഒരു എഫക്റ്റിൽ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പറ്റുന്നപ്പോൾ മേൽഭാഗത്തേക്ക് തന്നെ മൊത്തത്തിൽ ഇങ്ങനെ മഞ്ഞ് പെയ്യും കേട്ടോ. മഴയല്ല കേട്ടോ. അപ്പോൾ മഞ്ഞ് പെയ്തിട്ട് നമ്മുടെ ആ ഒരു ചെടികളുടെ ആ ഒരു മേളിൽ കൂടെയൊക്കെയാണ് നോക്കി നന്നായിട്ട് വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മഴത്തുള്ളികൾ പോലെ ആയിട്ട് നിൽക്കുന്നത്. അത്രത്തോളം നല്ല ഫോഴ്സിലാണ് അപ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇന്നലെ പുലർച്ചയ്ക്ക് കയറി നല്ല തണുപ്പായതുകൊണ്ടോ അതേപോലെ തന്നെയാണ് ഇന്നായാലും കേട്ടോ. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ തണുപ്പാട്ടോ നമുക്ക് എന്തായാലും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്കിപ്പോൾ നേരെ വെളുത്തപ്പോഴാണെങ്കിൽ ഇതാ മൊത്തത്തിൽ ഒരു പ്രകൃതിയിൽ കാണുന്നത്. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലൈമറ്റ് മാറി മറിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു ക്ലൈമറ്റാണ്. ഇങ്ങനെയൊക്കെ നല്ല കോട എന്തൊക്കെ വന്നാലും ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ നല്ല വെയിലും വരും, നല്ല ചൂടുള്ള വെയിലൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നോക്കിയാൽ ഒരു മഞ്ഞുതുള്ളി ഇങ്ങനെ കയ്യിലേക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. അത്രത്തോളം തണുപ്പും ഉണ്ട് പുറത്ത് നിൽക്കുമ്പോഴത്തേനും. അപ്പോഴേ ഈ ഒരു മഞ്ഞ് പെയ്യുന്ന പ്രഭാതത്തിലേ നമ്മളിപ്പോൾ രാവിലെ വന്നിട്ടുള്ളത് നമ്മുടെ മൂത്ത് കളഞ്ഞിട്ടുള്ള പയറുകൾ ഒരുപാടുണ്ട് കേട്ടോ, നമ്മുടെ വള്ളിപ്പയർ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കാന്ന് വെച്ചിട്ട് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെങ്ത് ഉണ്ട്. അതിൻ്റെ കയ്യിനെക്കാളും നീളത്തിലാട്ടോ ഓരോ പയറും വന്നിട്ടുള്ളത്. ഈ ഒരു പയർ ഫുള്ള് നമ്മൾ പടർത്തി കൊടുത്തിട്ടുള്ളത് നെറ്റിലാട്ടോ. അപ്പം നെറ്റ് നോക്കി ഒരു പകുതിയോളം കവറായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പയറിൻ്റെയും പയറൊക്കെ വന്നിട്ട് നോക്കി ആ ഒരു വള്ളി ഇങ്ങനെ നന്നായിട്ട് മുകളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ കയ്യിലെടുത്തുള്ള ഈ ഒരു പയറുണ്ട്, അത് വേറൊരു വെറൈറ്റി ഇനാട്ടോ. അപ്പോൾ പല രീതിയിലുള്ള വെറൈറ്റി ഇനങ്ങളാട്ടോ അപ്പോൾ ഇതിൽ മിക്സായിട്ട് നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. ഈ ഒരു പയറിന് മണം കൂടി ഉണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു മഞ്ഞ് പെയ്യുന്ന പ്രഭാതത്തിൽ ആ ഒരു പയറിൻ്റെ ഇലകളിലായാലും അതേപോലെ തന്നെ പൂക്കളും അതുപോലെ തന്നെ ആ ഒരു പയറൊക്കെ എടുത്താൽ നല്ല തണുപ്പുണ്ട്. അതേപോലെ തന്നെ ആ ഒരു മഞ്ഞുതുള്ളികളൊക്കെ ഇങ്ങനെ ആ ഒരു അറ്റത്ത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീഴാൻ വേണ്ടി ഇങ്ങനെ ഇറ്റി നിൽക്കുന്ന രീതിയിലാട്ടോ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ നോക്കി താഴേക്ക് ഇങ്ങനെ നിറച്ചിങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പയറൊക്കെ. അപ്പോൾ അങ്ങനെ മണ്ണിൽ ഇങ്ങനെ മുട്ടി കിടക്കും, അത്യാവശ്യം നല്ല നീളവും കൂടി ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതായാലും നോക്കി നല്ല നീളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി നീളം വരുന്നതേ ഉള്ളൂ, കാരണം അത് ലാസ്റ്റ് ഉണ്ടായതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നന്നായിട്ട് മൂത്ത് വെള്ളമെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ അത്യാവശ്യം മൂന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ എന്തായാലും അത് നമ്മൾ കുറച്ച് പറിക്കാൻ നിർത്തിയതൊക്കെ ഇപ്പോൾ നമുക്ക് വിത്തിൻ്റെ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നല്ല അടിപൊളി വിത്തായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം കൂടി നട്ടു കൊടുക്കാനുള്ള ഒരു വിത്ത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വരും. അപ്പോൾ നോക്കി ഈ ഒരു ഞാൻ നിൽക്കുന്ന ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമ്മുടെ ഒരു സൈഡ് ഫുള്ള് നമ്മൾ തീർത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നട്ടത് വെറുതെ അല്ലാട്ടോ, നല്ല അടിപൊളിയായിട്ട് നോക്കി നിറച്ച് പയറങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ. പിന്നെ ഇത് വള്ളിപ്പയറായതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിലായാലും നമുക്ക് ഒരുപാട് വിളകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഏലം, ജാതി, കാപ്പി അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കൊണ്ട് നടാൻ വേണ്ടി പറ്റും. നമുക്ക് കുറ്റിപ്പയറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ പിന്നെയും നമുക്ക് കുറേയൊക്കെ നട്ടു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രെഡ് ആവുമല്ലോ വളർന്നങ്ങോട്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്ഥലപരിമിതി കൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നട്ടത്. അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ എന്തായാലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. കാരണം അത്രത്തോളം കേട്ടോ പയർ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും തൂങ്ങി കിടക്കുന്നത്. അതേപോലെ നമ്മൾ പയർ പറിക്കാൻ വന്നപ്പോൾ കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരാൾ കാര്യമായിട്ട് കൂടുണ്ടാക്കിയിട്ടുണ്ടാവോ. അപ്പോൾ നോക്കി ആ ഒരു കൂട്ടിൻ്റെ ഇടയിലൂടെ ആ ഒരു മഞ്ഞുതുള്ളികളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കൂട് നമ്മുടെ ഈ നെറ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഞാൻ 1-2 ഇപ്പോൾ കണ്ടു കേട്ടോ. അപ്പം എന്തായാലും അവർക്ക് കൂട് കൂട്ടാനൊക്കെ പറ്റിയൊരു സെറ്റപ്പിലാണ് എന്തായാലും കിടക്കുന്നതായാലും. അപ്പൊ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു മഞ്ഞിന് ഇപ്പോഴും ഒരു ശമനം ഇല്ല കേട്ടോ. അപ്പൊ മഞ്ഞ് പെയ്ത് നോക്കി ഒരു മഴ പെയ്യുന്ന ഒരു എഫക്റ്റ് ആകാം നമ്മുടെ ആ ഒരു ഇലകളിലേക്കൊക്കെ പായി തുടങ്ങിയത്. മഞ്ഞ് പെയ്യുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം കുറച്ച് നേരം കൊണ്ട് നന്നായിട്ട് പെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം തണുപ്പ് പോയിട്ടുണ്ട്. അതേപോലെ നോക്കി നല്ല അടിപൊളിയായിട്ട് ഇലകളൊക്കെ ഫുള്ള് നനഞ്ഞ് കുളിച്ച് നിൽക്കുന്നതേ.
പിന്നെ നമ്മൾ താഴേക്ക് നോക്കിയാലോ നോക്കി താഴേക്ക് ഇങ്ങനെ ഒരു മണ്ണിനോട് ഇങ്ങനെ മുട്ടി കിടക്കും കേട്ടോ. താഴ്ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതാ പയറുണ്ടായിട്ട്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി ആണ്. അപ്പോൾ ഇതിലൊരു 4-5 വെറൈറ്റി ഉണ്ട് കേട്ടോ കളറിലും. അതേപോലെ തന്നെ ഇപ്പോൾ പച്ചയാണെങ്കിൽ തന്നെ പച്ചയിൽ തന്നെ ഒരു 2 വെറൈറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളിവിടെ നട്ടു കൊടുത്തിട്ടുള്ള ഈ ഒരു എല്ലാ വിത്തുകളും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അഗ്രി എന്ന് പറഞ്ഞ ഓൺലൈൻ പേജിൽ നിന്നാണ്. അപ്പോൾ നമ്മളിതുപോലെ വിത്തുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകളൊക്കെ നോക്കി പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഒരു പരിചരണമൊക്കെ നല്ല കറക്റ്റ് ആണെങ്കിലും നമുക്കിതാ ഇതുപോലെ നമുക്ക് മനസ്സിന് കുളിരണിയിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിങ്ങനെ ഇന്ന് നേരം വെളുത്ത് വരുന്ന ടൈമിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു വള്ളിപ്പയറിൻ്റെ കൃഷി രീതി ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു നെറ്റൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഇവിടെ നട്ടു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതി ഇനിയിപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ചിലപ്പോൾ സ്ഥലപരിമിതി കൊണ്ട് ആ ഒരു ആഗ്രഹം നടക്കാതെ പോയിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മളിതാ ഈ ഒരു രീതിയിലാണല്ലോ ഇപ്പോൾ നട്ടു കൊടുത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പയർ ഒരുപാട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം ഇതിപ്പോൾ നമുക്കിവിടെ സ്ഥലപരിമിതി കൊണ്ട് തന്നെ നമ്മളങ്ങനെ ഡീറ്റെയിലായിട്ട് വലിയൊരു പന്തലൊന്നും അല്ലല്ലോ കെട്ടിക്കൊടുത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കൂടി നല്ല രീതി തന്നെ പയറുണ്ടായിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പറിച്ചെടുക്കാനായാലും വലിയ പാടൊന്നും ഇല്ലാട്ടോ. എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനും കൂടി പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ ഏതൊരു വിളവെടുപ്പാണെങ്കിലും അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു ഒന്ന് തന്നെയല്ലേ. അപ്പോൾ നോക്കി ഈ ഒരു പയറൊക്കെ നോക്കി നല്ല കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ കളർഫുൾ ആയിട്ടുള്ളൊരു പയർ വിളവെടുപ്പിനെ കേട്ടോ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കി നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ കയ്യിലേക്ക് വരുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പയറിലേക്ക് ഇങ്ങനെ പൊട്ടിക്കുമ്പോഴേക്കും എല്ലാവരും ഉള്ളിൽ നിന്നായാലും അത്രയും നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നോക്കി ആ ഉള്ളിൽ നിന്ന് വരെ അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു തുള്ളി ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ തെറിച്ച് വരുവാണ്. പിന്നെ നമ്മളിങ്ങനെ പയറിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പൂച്ചെടികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് വരുന്നല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പയർ നമ്മൾ നട്ടുകൊടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫുള്ള് നമ്മുടെ ഗാർഡനാണ് താഴേക്ക് ഫുള്ളുള്ളത്. അപ്പോൾ എന്തായാലും തൊട്ട് അടുത്ത് തന്നെ ആയിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ആ ഒരു നമ്മുടെ മഞ്ഞക്കോളാമ്പി ആയാലും അതേപോലെ തന്നെ മെലസ്റ്റോമയുടെ ഫ്ലവേഴ്സൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ പയർ നടുന്നതിന് മുന്നേ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. കുറച്ച് കാടൊക്കെ കയറിയിട്ട് അപ്പം നമ്മൾ എന്തായാലും കുറച്ച് പയർ വിത്തൊക്കെ വാങ്ങിയിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്തായാലും നട്ട് കൊടുക്കുക രീതിയിൽ എങ്ങനെ ഉണ്ടാവും സക്സസ് ആവുമെന്നൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണത്തിൽ അങ്ങ് നട്ടു കൊടുത്തു കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു അടിപൊളി റിസൾട്ടിൻ്റെ കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പോൾ പയർ പറിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എന്തായാലും നല്ല വെയിറ്റും ഉണ്ട്, അതേപോലെ തന്നെ പയറിനാണെങ്കിൽ നല്ല നീളവും ഉണ്ട്. അപ്പോൾ നമുക്കൊരു 10 പയർ പറിക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പയർ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ഏരിയ പോലും കവർ ചെയ്തില്ല കേട്ടോ. കുറച്ച് പറിച്ചപ്പോഴത്തേക്ക് നോക്കിയാൽ നന്നായിട്ട് പയർ കിട്ടിയിട്ട് നമുക്ക് ആ ഒരു അറ്റം തീർത്ത് പറിക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി പയർ നമുക്ക് ഇന്ന് തന്നെ പറിച്ചെടുക്കാനുണ്ടാവും കേട്ടോ. മഞ്ഞ് പെയ്തു ഇത് മഴ പെയ്തൊരു എഫക്റ്റ് ആയിട്ട് പയർ പറിക്കുമ്പോഴത്തേനും താഴേക്ക് ഇങ്ങനെ വഴിക്ക് വീഴുവാട്ടോ. നോക്കി നല്ല ലെങ്ത്തുള്ള പയറാട്ടോ നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്തുള്ള. എന്തായാലും നമുക്ക് അങ്ങേ അറ്റം വരെ പോയിട്ട് ബാക്കിയുള്ളതെല്ലാം ഒന്ന് തീർത്ത് പറിച്ചെടുക്കാം. പിന്നെ നമ്മൾ ആ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ഫുള്ള് നമ്മൾ തൂമ്പയ്ക്കും അതുപോലെ തന്നെ കൈവച്ച് പറിക്കാനുള്ള കാടെല്ലാം നമ്മൾ ഫുള്ളായിട്ട് തീർത്ത് അവിടെ ഫുള്ള് നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കിയിട്ടതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ആട്ടും കാഷ്ടിയും കൂടി നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫുള്ള് അവർ ഇളക്കിയിട്ടിട്ടുള്ള ഒരു മണ്ണിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലാട്ടോ ചെറിയ അതായത് നമ്മുടെ കൊത്തി യൂസ് ചെയ്ത് ചെറിയ കുഴികളൊക്കെ എടുത്തതിന് ശേഷം അതിലേക്കാട്ടോ നമ്മൾ വിത്ത് നട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ നാനോ സ്പ്രിംഗ്ലറും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് അതായത് നമ്മൾ ഈ ഒരു പയർ വിത്തൊക്കെ നട്ടു കൊടുക്കുന്ന ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മഴയൊന്നും കിട്ടാതെ അങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ വിണ്ടി എടുക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയൊക്കെ ഒരു 1 വീക്കായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഒരു പുലർച്ചയൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ മഞ്ഞ് പെയ്തിട്ട് ഒരു രാവിലെ ഒരു 8 മണി വരെയൊക്കെ ഈ ഒരു മഞ്ഞ് പെയ്തൊരു എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. ഒരു 3-4 ദിവസമായിട്ട്. എന്തായാലും ഇപ്പം നല്ലൊരു പ്രകൃതിയൊക്കെ നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. പക്ഷെ അന്നെന്ന് പറയുമ്പോൾ അത്രത്തോളം പൊള്ളുന്ന ഒരു ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് വെള്ളം കനിഞ്ഞത് അതായത് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാനോ സ്പ്രിംഗ്ലർ ആയിരുന്നു കേട്ടോ. എന്തായാലും നാനോ സ്പ്രിംഗ്ലറിൻ്റെ എഫക്റ്റ് നന്നായിട്ട് തന്നെ നമ്മൾ നട്ടുകൊടുത്തിട്ടുള്ള എല്ലാ വിത്തുകളും ഒരുപാട് ഡേയ്സ് ഒന്നും എടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ മുളച്ച് വന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു വിത്തൊക്കെ നമ്മൾ പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ട്രിക്ക് കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ അത് കണ്ടു നോക്കുന്നത് നമ്മൾ ഏത് വിത്താണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്നും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. നന്നായിട്ട് മൂത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി നമുക്കിപ്പോൾ വീട്ടാവശ്യത്തിനൊക്കെയാണ് ഇത് തന്നെ ധാരാളം അടക്കും. കാരണം ഇതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുത്ത് തോരൻ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതിനെ ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം അത് കൈയെടുക്കുമ്പോഴത്തേനും നല്ല വെയിറ്റ് ഉണ്ട്. നന്നായിട്ട് മൂത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ വിത്തൊക്കെ ആയാലും ഒരുപാട് അങ്ങനെ മൂത്ത് പോയില്ല. കറക്റ്റ് വരുവ് തന്നെയാട്ടോ നമുക്കിപ്പോൾ തോരൻ വെക്കാനൊക്കെ ആയാലും. അപ്പോൾ നോക്കി ഇതിൻ്റെ ഇടയിലായിട്ട് ഇതിനെ ഒത്തിരി ഇണ്ടിട്ട് തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇപ്പോഴാണെങ്കിൽ നല്ല തണുത്ത കാറ്റ് കൂടി ഇങ്ങനെ വീശി അടിക്കുന്നുണ്ടേ. നമ്മളിപ്പോൾ പൊട്ടിച്ചെടുക്കുന്ന പയറിലായാലും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഒരു പയറിൻ്റെ ഇലകളിലൊക്കെ ആയാലും നമുക്ക് ഒരു പുഴുക്കുത്തോ അതിന് പുഴുക്കേടോ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അത്രത്തോളം നല്ല ഫ്രഷുമാണ്. മാത്രമല്ല അങ്ങനെ യാതൊരു തരത്തിലുള്ള കേടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്രത്തോളം ഇതായിട്ടാണ് നിൽക്കുന്നത്.
ഇത് നോക്കിയ റോസയുടെ ആ ഒരു പൂവിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ മഞ്ഞുതുള്ളി ഇങ്ങനെ ഏറ്റി കിടക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പയറിന്റെ പൂക്കളും ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് കിളികളൊക്കെ ഉണ്ട്. കിളികളെ പോലെ തന്നെ പല വെറൈറ്റി ചിത്രശലഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രശലഭങ്ങളൊക്കെ ഏതായി നമ്മുടെ ഈ ഒരു ഗാർഡനിൽ കൂടെ ആയാലും അതേപോലെ നമ്മുടെ ഈ ഒരു കൃഷികളിലെല്ലാം വന്നിരുന്നിട്ട് പരാഗണം നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പരാഗണം നടക്കുന്നതനുസരിച്ചാണല്ലോ നമുക്ക് ഫ്ലവറിങ് ആയതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കായ്കളൊക്കെ ഉണ്ടാകുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു പ്രക്രിയ ഇവിടെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത്രത്തോളം കിളികളായാലും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളൊക്കെയാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പയർ പറിക്കുമ്പോഴേക്കും ഒരാൾ അവിടെ നിന്ന് ആ തേൻ കുടിച്ചുകൊണ്ടിരിക്കുവാണേ. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്ന ടൈമിൽ ഒരു 3-4 കമൻറ്റ് സെയിം ഒരേ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടോ. അതായത് ചേച്ചിയുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടല്ലോ, വീട് എവിടെയാണ്, ഇടുക്കിയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മുടെ വീഡിയോസിലൂടെ ഒരു 3-4 വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട് എവിടെയാണെന്നൊക്കെ. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഫാമിലിയിലേക്ക്. അപ്പോൾ എന്തായാലും അവർക്കായിരിക്കും ചിലപ്പോൾ ഇതുപോലത്തെ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ വീട് എന്തായാലും ഇടുക്കിയിലല്ല കേട്ടോ, നമ്മുടെ വീട് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണേ. പിന്നെ അതുപോലെ വരുന്നൊരു കമൻറ്റ് കൂടി കേട്ടോ, നമ്മുടെ കൃഷിയും കൃഷി രീതികളും അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് സ്നേഹമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന ഒരു ബ്ലാക്ക് കളറുള്ള റോസ് കണ്ടോ. അപ്പോൾ അത് നമ്മുടെ നാനോ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിട്ടുള്ള ഓസാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ആ റോസിൻ്റെ സെൻറ്ററിൽ കൂടെ, അതായത് ചെറിയൊരു ഗ്യാപ്പിൽ നമ്മൾ നാനോ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് സ്പ്രേ ചെയ്യുന്ന ഒരു മെത്തേഡ് കേട്ടോ, നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാം ഒരേ രീതിയിൽ നനയും കൂടി ചെയ്യും. ഇപ്പോൾ നമ്മളൊരു 1 വീക്കായിട്ട് അങ്ങനെ സ്പ്രിംഗ്ലർ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ, കാരണം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മഴ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പുലർച്ചയ്ക്കായാലും നല്ല രീതിയിൽ തന്നെ മഞ്ഞൊക്കെ പെയ്യുന്നതല്ലോ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു എഫക്റ്റ്, അതായത് നനഞ്ഞ് കുളിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാറ്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു 1 വീക്കായിട്ട് സ്പ്രിംഗ്ലർ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ വിളവെടുപ്പ് കഴിയുമ്പോഴത്തേനും കുറച്ച് ടൈം ആവുമെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ മഞ്ഞ് പെയ്യുന്ന ഒരു ശക്തി കൂടിപ്പോയിട്ട് നമ്മൾ ക്യാമറ വെച്ചിട്ടുള്ള ഒരു സ്പേസ് നമ്മുടെ ക്യാമറയിലൊക്കെ ഇത് അത്യാവശ്യം വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനും നനഞ്ഞ് കുളിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പയറാണെങ്കിൽ നമ്മൾ കുറച്ച് പറിക്കുമ്പോഴത്തേനും കൈ നിറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പയറിനായാലും അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ മഴത്തുള്ളികൾ പോലെയാണ് നമ്മുടെ മഞ്ഞ് വരുന്നതായാലും. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റിൽ ചിലതൊക്കെ വഴിക്ക് താഴേക്ക് വീണു പോയിട്ട് അടുത്ത് പറിക്കാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് മാറ്റി പിടിക്കുമ്പോഴത്തേനും, അതുകൊണ്ട് ഞാൻ പറിക്കുന്നതൊക്കെ നമ്മുടെ കയ്യിലേക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ലെവലിലായി കഴിഞ്ഞാൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കയ്യിൽ ഒരുപാട് പയർന്ന് കാണാത്തത്. അപ്പോൾ പറിച്ച് വന്നപ്പോഴത്തേനും ഇപ്പോൾ കുറച്ച് പേരായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാലൻസ് കൂടി നന്നായിട്ട് താഴെക്കൂടെ മേലക്കൂടെ ഒക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ അവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ചിലതൊക്കെ നോക്കിയതാ, ഇതൊക്കെ ഇപ്പോൾ ഉണ്ടായി വന്നതേയുള്ളൂ. നല്ല രീതിയിൽ നീളം വെക്കുന്നതുകൊണ്ട് അതെന്തായാലും നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറിക്കാട്ടോ, കാരണം കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നീളം വെക്കുമല്ലോ. അപ്പോൾ അതാ ഇപ്പോൾ വളർന്നത് കയറിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ നോക്കി മണ്ണിലേക്ക് മുട്ടി കിടക്കുകയാണോ ചിലതൊക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലൊക്കെ ആയിരുന്നു ചെറിയ രീതിയിൽ മഴയുടെ ആ ഒരു എഫക്റ്റിൽ നമ്മുടെ ആ ഒരു താഴേക്ക് തൂങ്ങിക്കിടന്ന പയർ ചിലതൊക്കെ താഴേക്ക് ഇങ്ങനെ കിടക്കുന്ന ഒരു ലെവലിലായിട്ടുണ്ട്. അപ്പം എന്നാലും എല്ലാം നമ്മൾ കൈയോടെ പൊട്ടിച്ചെടുക്കുന്നുണ്ടേ. നമ്മളിവിടെ പയറിൻ്റെ വിത്തെല്ലാം പാകി നന്നായിട്ട് തന്നെ മുളച്ച് വന്ന് നല്ല രീതിയിൽ വള്ളിയൊക്കെ ഒന്ന് കയറി ഫ്ലവറിങ് ആയതിനു ശേഷം നമ്മളൊന്ന് തലപ്പ് നുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങനെ നുള്ളി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പല ഭാഗങ്ങളിലേക്ക് നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഒക്കെ വന്ന് ആ ഒരു എല്ലാ ബ്രാഞ്ചസുകളും നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് പയർ പറിക്കാനും കൂടി പറ്റും. അപ്പോൾ എന്തായാലും ആ ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒരു വിളവൊക്കെ കിട്ടും കേട്ടോ. ക്ലൈമറ്റിന് ഒരു മാറ്റമില്ല കേട്ടോ, കുറച്ചുകൂടി ഇങ്ങനെ ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടേക്കും മഴയൊക്കെ കിട്ടും. അതുപോലെ തന്നെ എല്ലാവരും എന്താ ഇപ്പോൾ ക്ലൈമറ്റ് എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണെന്ന് അറിയില്ല കേട്ടോ, അത്രത്തോളം ഫോഴ്സിലാട്ടോ കാടൊക്കെ കയറി തുടങ്ങുക. പിന്നെ നമ്മളിവിടെ അരികളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, ആ ഒരു വളങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണോ എന്താണോ അറിയില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ കാട് കയറി തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ പയറിൻ്റെ ആ ഒരു ഇടയിൽ കൂടെ ആയാലും നമുക്കത് കൈ വെച്ചിട്ട് തന്നെ പറിച്ചെടുക്കാൻ ഒരുപാട് കാടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അതൊക്കെ ഒന്ന് പറിച്ചൊന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു അടിവളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒരു ഫ്ലവറിങ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കയറും കൂടി ചെയ്യട്ടോ. അപ്പം അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, ജൈവവളം മാത്രം ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഈൽഡൊക്കെ കിട്ടുട്ടോ. കാരണം അതിനൊരു ഉത്തമ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു പറിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പയറും, കാരണം നമ്മളിപ്പോൾ കൊടുക്കുന്ന ആ ഒരു ജൈവവളങ്ങൾ ഏത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ട ടൈമിൽ കൊടുക്കുക. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പരിചരണവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു റിസൾട്ട് കിട്ടും. കാരണം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ച് തിരിച്ചും അവർ നമ്മളോട് ഈ ഒരു രീതിയിലുള്ള സ്നേഹം കാണിക്കും കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മായമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് നോക്കി ഒരു കലർപ്പില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും കൂടി പറ്റുമല്ലോ.
അപ്പം നമ്മൾ വിഷം അടിച്ച കുറേ പച്ചക്കറികളുടെ പുറകെ പോകുന്നതിനും ഭേദം നമ്മുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യാം. ആ ഒരു വിളവെടുക്കുന്ന ആ ഒരു സംഭവം നമുക്ക് ഫ്രഷ് ആയിട്ടിനെ കൊണ്ട് കറി വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊരു വല്ലാത്തൊരു സന്തോഷത്തിനുണ്ട്. അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഈ ഒരു സന്തോഷം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും ടൈം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതാണോ അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ നോക്കിയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ നിങ്ങൾക്ക് സ്ഥലമുള്ളത് ആ ഒരു സ്ഥലത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും സ്ഥലമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിലോ, അതായത് നമ്മുടെ മുറ്റത്തിനോട് ചേർന്നിട്ട് കുറച്ച് ഗ്രോ ബാഗിലോ എവിടെയാണെന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറികളുടെ വിത്തെല്ലാം എടുത്തിട്ട് പോട്ടുകളിൽ നടന്നവരാണെങ്കിൽ കുറച്ച് പോട്ടി മിക്സറൊക്കെ ഉണ്ടാക്കിയിരുന്നവരാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അല്ല നമുക്ക് ഇനി ഡയറക്റ്റ് മണ്ണിലേക്കാണെങ്കിൽ നമ്മൾ ഒന്നും നോക്കാനാട്ടോ, ഡയറക്റ്റ് ആ വിത്തുകൾ നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുത്തേക്കും. പിന്നെ ഒരു കാത്തിരിപ്പാട്ടോ, അതിൽ ഒരു ഇല വരുന്നതും പൂക്കുന്നതും തളിർക്കുന്നതും കായ്ക്കുന്നതും. പിന്നെ നമ്മളിങ്ങനെ രാവിലെ എണീച്ചിങ്ങനെ മുറ്റത്തേക്കൊക്കെ വരുമ്പോൾ നമ്മൾ നട്ടുള്ള ഒരു ചെടിയിൽ പൂവിട്ടോ ഇല വന്നു, അതൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയല്ല. അപ്പം എന്തായാലും ഇതുപോലെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്തോളൂ കേട്ടോ. ഇത്രയും പേരാട്ടോ നമ്മൾ പൊട്ടിച്ചെടുത്ത്, ഇനി നമുക്ക് ഒരുപാട് പൊട്ടിച്ചെടുക്കാനില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയോട് പൊട്ടിച്ചെടുക്കട്ടെ. പറഞ്ഞ പോലെ തന്നെ കണ്ടിട്ട് കളർഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എനിക്ക് പച്ചത്തിന് ഒരു 2-3 വെറൈറ്റി ഉണ്ട് കേട്ടോ. നോക്കി, ഈ യെല്ലോ കൂടിയിട്ടുള്ള ഒരു പച്ച, അതുപോലെ നല്ല കടും പച്ച, പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു കളർ. അപ്പം എന്തായാലും എല്ലാ രീതിയിലുള്ള പഴം നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണേ. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ മഴയ്ക്ക് മുന്നായിട്ടേ പോയിട്ട് ബാക്കിയുള്ള പഴം കൂടി പറിക്കട്ടെ കേട്ടോ. കാരണം വേറെ ക്ലൈമറ്റ് കുറച്ചുകൂടി നന്നായിട്ട് ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷവും ചിലപ്പോൾ മഴ പെയ്യാതെ. അപ്പം എന്തായാലും മഴയ്ക്ക് മുന്നേ പറിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫ് ആണ്. അപ്പം ബാലൻസ് പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണേ. അതേപോലെ നമ്മളിപ്പോൾ അന്ന് നട്ടുകൊടുത്തിട്ടുള്ള എല്ലാ വിത്തുകളും നമ്മൾ നട്ടു കൊടുത്തിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. കാരണം ചെറിയൊരു കുറഞ്ഞൊരു കാലയളവിലാണ് നമുക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ ഞാൻ ഇത്രത്തോളം പറിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല, കാരണം കുറച്ച് ടൈം ആയിട്ട് നമ്മളിപ്പോൾ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ പയറിന് നല്ല നീളവും മണ്ണും ഉള്ളതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് പറിക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പയറാവുന്നുണ്ടോ. ഒറ്റയ്ക്ക് കയ്യിലെടുക്കാൻ പറ്റി തുടങ്ങിയത് ഈ രീതിയിലാട്ടോ പിടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പയറൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കുളിച്ച് കിടക്കണം. കാരണം ഇത്രയും നേരമായാലും ഇപ്പോൾ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ആ ഒരു എഫക്റ്റിൽ നന്നായിട്ട് ഇങ്ങനെ മഞ്ഞിലിങ്ങനെ കുളിച്ച് കിടക്കുകയാണ് നമ്മുടെ എല്ലാ പയർ. അപ്പം എന്തായാലും നിശ്ചയമായിട്ട് ഇവിടെ ഈ ബാക്കിയുള്ള പണിയൊന്നും ചെയ്യട്ടെ കേട്ടോ. കാരണം ഇനി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് നമ്മുടെ ഈ ഒരു പയർ പറിക്കേണ്ട പണി കുറച്ച് ലാഗാവട്ടെ. കാരണം മഴ പെയ്താലും നമ്മൾ ചിലപ്പോൾ പറിച്ച് ചെയ്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് പറിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടാവും വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ മണ്ണിനെ നമ്മുടെ ഈ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് കഴിഞ്ഞാൽ മണ്ണ് നമ്മൾ ഒരിക്കലും ചതിക്കില്ല കേട്ടോ. 100 ഇരട്ടിയായിട്ട് നമുക്ക് അത് തിരിച്ചു തരും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൃഷിയും ഒക്കെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.